പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂൺ 28 ഞായറാഴ്ച. തീത്തോസിൻ്റെ പുസ്തകം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഏതെങ്കിലും തരത്തിലുള്ള രക്ഷയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗത്തിൽ നിന്ന് രക്ഷ വേണം, കടങ്ങളിൽ നിന്ന് രക്ഷ വേണം, ദുഃഖങ്ങളിൽ നിന്ന് രക്ഷ വേണം. എന്നാൽ അതിലും പ്രധാനമായി പാപത്തിൽ നിന്ന് രക്ഷ വേണം എന്നത് അതിയായ അഭിവാഞ്ഛയാണ്. മനുഷ്യൻ പല വഴികളിലൂടെ അതിന് പരിഹാരം തേടുന്നു. പക്ഷെ യഥാർത്ഥ രക്ഷ ദൈവകൃപയിലൂടെയാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയും. രക്ഷ നമ്മുടെ കഴിവിൻ്റെ ഫലമല്ല, നമ്മുടെ നീതിയുടെ പ്രതിഫലമല്ല, മറിച്ച് ദൈവത്തിൻ്റെ സൗജന്യമായ അനുഗ്രഹം. അപ്പസ്തോലനായ പൗലോസ് തീത്തോസിന് എഴുതുമ്പോൾ ക്രേറ്റെ ദ്വീപിലെ ജനങ്ങളുടെ ആത്മീയ അവസ്ഥ വളരെ മോശമായിരുന്നു. അവിടെ അനാചാരവും അച്ചടക്കമില്ലായ്മയും നിറഞ്ഞിരുന്നു. അത്തരമൊരു ഇരുട്ടിൻ്റെ നടുവിൽ പൗലോസ് ഒരു പ്രത്യാശയുടെ സന്ദേശം പ്രഖ്യാപിക്കുന്നു. ദൈവകൃപ പ്രത്യക്ഷമായി. ദൈവകൃപ എന്ന വാക്ക് വളരെ ആഴമുള്ളതാണ്. കൃപ എന്നത് നമുക്ക് അർഹതയില്ലാത്ത അനുഗ്രഹം ലഭിക്കുന്നതും അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതുമാണ്. നാം നല്ലവരായതുകൊണ്ടല്ല ദൈവം നമ്മെ രക്ഷിക്കുന്നത്, അവൻ കരുണയുള്ളവനായതുകൊണ്ട്. നാം നേടിയെടുത്തതല്ല കൃപ, ദൈവം സൗജന്യമായി തന്ന ദാനമാണ് കൃപ. അതുകൊണ്ട് തന്നെ ഗ്രേസ്, കൃപ, അത് നാം നേടിയെടുത്തതല്ല, അത് നമുക്ക് തമ്പുരാൻ തന്ന ദാനമാണ്. ഈ വചനത്തിൽ പ്രത്യക്ഷമായി എന്ന് പറയുന്നു. അതായത് കൃപ ഒരാശയം മാത്രമല്ല, അത് യഥാർത്ഥത്തിൽ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് സൂചിപ്പിക്കുന്നത്. പൗലോസ് പറയുന്നു, ഈ കൃപ എല്ലാ മനുഷ്യർക്കും ലഭ്യമാണ്. ഇതാണ് ക്രിസ്തീയ സുവിശേഷത്തിൻ്റെ മഹത്വം. ഈ രക്ഷ ചിലർക്കുള്ളത് മാത്രമല്ല, ഇതെല്ലാവർക്കും വേണ്ടിയാണ്. പാപികൾക്കും വിശുദ്ധർക്കും സമ്പന്നർക്കും ദരിദ്രർക്കും എല്ലാവർക്കും ഒരുപോലെ ദൈവകൃപ തുറന്നിരിക്കുന്നു. എന്നാൽ കൃപ ലഭിച്ചതുകൊണ്ട് പാപത്തിൽ തുടരാൻ പാടില്ല. തുടർന്നുള്ള വചനങ്ങളിൽ പൗലോസ് പഠിപ്പിക്കുന്നത് കൃപ നമ്മെ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കുന്നു എന്നാണ്. ദൈവകൃപ പാപം ഉപേക്ഷിപ്പാൻ പഠിപ്പിക്കുന്നു, ആത്മനിയന്ത്രണത്തോടെ ജീവിപ്പാൻ പഠിക്കുന്നു, ദൈവഭക്തിയോടെ നടക്കാൻ ശക്തി നൽകുന്നു. അതുകൊണ്ട് കൃപ പാപത്തിന് അനുമതി നൽകുന്ന ലൈസൻസ് അല്ല, കൃപ ജീവിതം മാറ്റുന്ന ഒരു ശക്തിയാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും സ്വയം ചോദിക്കണം, ഞാൻ ഈ കൃപ സ്വീകരിച്ചിട്ടുണ്ടോ? ഹൃദയം തുറന്ന് യേശുവിനെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ? യേശുവിനെ സ്വീകരിക്കുമ്പോഴാണ് പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുമ്പോൾ കൃപ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. നമുക്കറിയാം, രക്ഷയില്ലാതെ, കൃപയില്ലാതെ രക്ഷയില്ലല്ലോ. പ്രവൃത്തിയാലല്ല, കൃപയാൽ മാത്രമാണ് നാം രക്ഷിക്കപ്പെടുന്നത്. പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലുമധികമായി വർദ്ധിക്കും. ക്രൂശ് കൃപയുടെ വാതിലല്ലേ? യേശുക്രിസ്തു രക്ഷയുടെ ഏക മാർഗമല്ലേ? അതിനാൽ നമുക്ക് ലഭിച്ചതായ ദൈവകൃപ അതിലൂടെ പ്രാപിച്ചുകൊണ്ട് പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞകാല ജീവിതം പോലെയല്ല, ഒരു പുതുക്കപ്പെട്ട അനുഭവത്തിലേക്ക് കൃപ പ്രാപിച്ചുകൊണ്ട് നമുക്ക് കടന്നില്ല. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, എല്ലാ മനുഷ്യർക്കും രക്ഷ നൽകുന്ന നിന്റെ അത്ഭുത കൃപയ്ക്ക് നന്ദി. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. നിന്റെ കൃപ ദിനം പ്രതി അനുഭവിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.